Hi viewers, welcome to Asha's Times. നമ്മൾ ഇന്ന് കോവയ്ക്ക കൊണ്ടൊരു സ്പെഷ്യൽ ഉലത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട് ഞാനായിട്ട്. ഇതിലെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ചെമ്മീനാണ്. ഒരു സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഒരു 3 അല്ലി വെളുത്തുള്ളി. നമുക്കിനി കോവയ്ക്കയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനൊരു റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. സവാളയും ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. വെളുത്തുള്ളി ഞാൻ ചതച്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ചേർത്ത് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ചേർക്കുക. വെളുത്തുള്ളി ചേർത്തിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റണം. വെളുത്തുള്ളിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നമുക്കതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് 1 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വേവിക്കണം. നടുക്കോട്ടൊന്ന് എല്ലാം കൂടെ ഒതുക്കി വെച്ചതിന് ശേഷം അടച്ച് വേവിക്കാം 1 മിനിറ്റ്. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കോവയ്ക്ക വേവാൻ കുറച്ച് താമസമാണ്. അപ്പോൾ നമുക്ക് ഒരല്പം വെള്ളം കൂടെ തളിച്ച് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മതി, തളിച്ച് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എൻ്റെ ഇപ്പോൾ വളരെ കുറച്ച് പീസുകളേ ഉള്ളൂ. നമുക്കിതിൽ എത്ര വേണോ ചേർക്കാം. അത് ചേർക്കും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടും കറിയുടെ. ഇനി നമുക്ക് ഒരു 1 മിനിറ്റ് അടച്ച് വേവിക്കാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ചെമ്മീൻ്റെ നീരൊക്കെ കോവയ്ക്കയിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊടികളാണ് ചേർക്കാനുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഓരോ പൊടി ചേർക്കുമ്പോഴും ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടിയാണ് ഇടേണ്ടത്. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയോളം ചേർക്കാം. ഞാനതിപ്പോൾ ചേർക്കുന്നില്ല, മുളക് പൊടി മാത്രമാണ് ഇടുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിനി 1 മിനിറ്റ് കൂടെ ഇതൊന്ന് അടച്ച് വേവിക്കണം. നന്നായി ചേർത്തിളക്കിയിട്ട് 1 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വേവിക്കാം. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കോവയ്ക്കയും ചെമ്മീനും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ഉലർത്ത് ഇവിടെ റെഡിയാണ്. സ്പെഷ്യൽ ഉലർത്ത്, ചെമ്മീൻ ഉലർത്ത് റെഡിയാണ്. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും കാപ്പി പലഹാരങ്ങളോടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച കാണാം. താങ്ക് യു ഓൾ.